ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് വിവേകത്തെക്കുറിച്ചുള്ള ഒരു അടിപൊളി കഥയാണ്. സചിത്ര ബാൽകഥായേൻ ഗായത്രി പരിവാർ എന്നതിൽ നിന്നുള്ളൊരു കഥയാണത്. നമ്മുടെയൊക്കെ ചിന്തകളെ ഒന്ന് തൊട്ടുണർത്തുന്ന ഒരു കഥ. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് കടന്നാലോ? ഒരു പിടി ധാന്യം, അതുകൊണ്ട് ഒരാളുടെ സ്വഭാവം അളക്കാൻ പറ്റൂ? പറ്റും എന്നാണ് ഈ കഥ നമ്മളോട് പറയുന്നത്. കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ വലിയൊരു കാര്യമുണ്ട്. നമുക്ക് നോക്കാം, അല്ലേ? അപ്പം നമ്മുടെ കഥ തുടങ്ങുന്നത് ഒരു കർഷകനെ വെച്ചാണ്. അദ്ദേഹത്തിന് വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഒരു വലിയ ടെൻഷനും മനസ്സിലുണ്ട്. തൻ്റെ കുടുംബത്തിൻ്റെ ഭാവി എന്താകും എന്നതായിരുന്നു ആ ടെൻഷൻ. അദ്ദേഹത്തിന് 4 ആൺമക്കളാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ചോദ്യം ഇതായിരുന്നു: തനിക്ക് ശേഷം കുടുംബത്തിൻ്റെ ഉത്തരവാദിത്യം ആരെ ഏൽപ്പിക്കും? വെറുതെ മൂത്ത മകനെ ഏൽപ്പിച്ചാൽ മതിയോ? പോരാ. പ്രായമല്ല, ബുദ്ധിയും വിവേകവുമാണ് വേണ്ടത്. അതായിരുന്നു അദ്ദേഹത്തിന് പ്രധാനം. അതുകൊണ്ടുതന്നെ മക്കളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ കർഷകൻ ഒരു വലിയ പരീക്ഷണം തന്നെ ഒരുക്കി. അദ്ദേഹം എന്താ ചെയ്തതെന്നോ? ഓരോ മകന്റെ കയ്യിലും ഒരു പിടി നെൽമണികൾ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. കണ്ടോ, വളരെ സിമ്പിളായ ഒരു നിർദ്ദേശം. പക്ഷെ ഇതിലാണ് കാര്യം. ഓരോരുത്തരും സ്വന്തമായി ചിന്തിക്കണം, എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കണം. അപ്പോ നമുക്ക് നോക്കാം. ആദ്യത്തെ 3 മക്കൾ ആ നെൽമണികൾ കൊണ്ട് എന്തു ചെയ്തു? അവരുടെ വഴികൾ ഏതൊക്കെയായിരുന്നു? ആദ്യത്തെ മകന്റെ കാര്യം പറയാം. അവനത് കണ്ടപ്പോൾ ഒരു വിലയും കൊടുത്തില്ല. ഇതൊരു പിടി നെല്ലല്ലേ, എന്തു വലിയ കാര്യം എന്ന മട്ടിലായിരുന്നു അവൻ. അവൻ കൂടുതലൊന്നും ചിന്തിക്കാൻ പോയില്ല. ആ നെൽമണികളെടുത്ത് നേരെ പക്ഷികൾക്ക് എറിഞ്ഞുകൊടുത്തു. കഴിഞ്ഞു. ഇതിൽ നിന്ന് തന്നെ അവന്റെ സ്വഭാവം വ്യക്തമല്ലേ? ഒട്ടും ദീർഘവീക്ഷണമില്ല, ഒരു എടുത്തുചാട്ടക്കാരൻ. ഇനി രണ്ടാമത്തെ മകന്റെ കാര്യം. അവൻ ചിന്തിച്ചതാകെ ഒരു കാര്യമാണ്, തന്റെ വയറിനെക്കുറിച്ച് മാത്രം. ഭാവിയൊന്നും അവന്റെ ചിന്തയിലേ ഇല്ലായിരുന്നു. അപ്പോഴത്തെ കാര്യം നടന്നാൽ മതി. അതുകൊണ്ട് അവൻ എന്തു ചെയ്തു? ആ നെൽമണികളെടുത്ത് പുഴുങ്ങി അങ്ങ് കഴിച്ചു. നാളെയെക്കുറിച്ചൊരു ചിന്തയുമില്ല. കയ്യിൽ കിട്ടിയത് അപ്പോൾ തന്നെ ഉപയോഗിച്ചു തീർത്തു. ഇനി മൂന്നാമൻ. അവൻ കുറച്ചുകൂടി കെയർഫുള്ളായിരുന്നു. അവന്റെ ചിന്ത എന്തായിരുന്നുവെന്നോ? അച്ഛൻ തന്ന സാധനമാണ്, ഇത് കളയാൻ പാടില്ല, തിരിച്ചു ചോദിച്ചാൽ കൊടുക്കണമല്ലോ. അതുകൊണ്ട് അവൻ ആ നെൽമണികൾ പാഴാക്കാതെ ഒരു പെട്ടിയിലാക്കി ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചു. അച്ഛൻ ചോദിക്കുമ്പോഴെടുത്തു കൊടുക്കാമല്ലോ. പക്ഷെ ഒന്നോർത്തു നോക്കൂ, അവനത് പാഴാക്കിയില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ടൊരു വളർച്ചയുണ്ടായോ? ഇല്ല. വെറുതെ സൂക്ഷിച്ചു വയ്ക്കുക മാത്രം ചെയ്തു. പക്ഷേ നാലാമത്തെ മകൻ, അവന്റെ ചിന്താഗതി ഈ 3 പേരിൽ നിന്നും കംപ്ലീറ്റ്ലി വ്യത്യസ്തമായിരുന്നു. അവൻ എന്തു ചെയ്തുവെന്നറിയണ്ടേ? അതാണ് ഈ കഥയുടെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. നാലാമത്തെ മകൻ ആ ഒരു പിടി നെൽമണികളിൽ കണ്ടത് വെറുമൊരു നേരത്തെ ഭക്ഷണമല്ല, മറിച്ച് അതിലൊളിഞ്ഞിരിക്കുന്ന ഒരു വലിയ ഭാവിയെയാണ്, അതിലെ സാധ്യതകളെയാണ് അവൻ തിരിച്ചറിഞ്ഞത്. അവൻ ചേട്ടന്മാരെ പോലെ അത് പക്ഷികൾക്കെറിഞ്ഞുകൊടുക്കുകയോ പുഴുങ്ങിത്തിന്നുകയോ പെട്ടിയിൽ പൂട്ടിവെക്കുകയോ ചെയ്തില്ല. പകരം അവൻ ആ വിത്തുകൾ കൃത്യമായി മണ്ണിൽ നട്ടു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ആ ഒരു പ്രവൃത്തിക്ക് എന്തൊക്കെ വേണം? ക്ഷമ വേണം, കഠിനാധ്വാനം വേണം. അതിനെല്ലാം ഉപരി ഭാവിയിൽ ഇതിൽ നിന്ന് ഒരു വലിയ വിളവ് കിട്ടുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം അതും വേണം. അവന്റെ ആ ബുദ്ധിയുടെ ഫലം എന്തായിരുന്നെന്നറിയാമോ? ശരിക്കും അത്ഭുതപ്പെട്ടു പോകും. അച്ഛൻ കൊടുത്ത ആ ഒരു പിടി നെല്ല് ഒരു കൊട്ട നിറയെ വിളവായിട്ട് മാറി. കണ്ടോ, ഇരട്ടിയായി, സമൃദ്ധിയായി. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. അച്ഛൻ 4 മക്കളെയും തന്റെ അടുത്തേക്ക് വിളിപ്പിച്ചു. അപ്പോഴേക്കും അദ്ദേഹത്തിനൊരു കാര്യത്തിൽ യാതൊരു സംശയവുമുണ്ടായിരുന്നില്ല. ആരാണ് തന്റെ പിൻഗാമിയാകാൻ യോഗ്യനെന്ന കാര്യത്തിൽ. അവൻ അച്ഛന്റെ പരീക്ഷയിൽ ജയിച്ചു എന്ന് മാത്രമല്ല, അതിലപ്പുറം അവൻ ഒരു കാര്യം തെളിയിച്ചു: ഉത്തരവാദിത്വബോധം, ദീർഘവീക്ഷണം. അങ്ങനൊരു കുടുംബത്തെ നയിക്കാൻ വേണ്ട എല്ലാ കഴിവുകളും തനിക്കുണ്ടെന്ന് അവൻ ആ ഒരൊറ്റ പ്രവൃത്തിയിലൂടെ കാണിച്ചുകൊടുത്തു. അപ്പോ എന്താണ് ഈ കഥയുടെ യഥാർത്ഥ അർത്ഥം? ഇത് വെറും നെൽമണികളുടെ കഥയല്ല, അല്ലേ? ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കിട്ടുന്ന അവസരങ്ങളുടെ കഥയാണ്. ആ അവസരങ്ങളെ നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നതിൻ്റെ ഒരു വലിയ പാഠം. അതെ, ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. 1, ദീർഘവീക്ഷണം എത്രത്തോളം പ്രധാനമാണെന്ന്. 2, നമ്മുടെ കയ്യിലുള്ള കഴിവുകളെ വെറുതെ സൂക്ഷിച്ചു വച്ചാൽ പോരാ, അതിനെ വളർത്തിയെടുക്കണം. 3, എന്താണ് യഥാർത്ഥ ഉത്തരവാദിത്തമെന്നുള്ളതാണ്. ഏറ്റവും പ്രധാനം, വളർച്ചയുണ്ടാക്കാനുള്ള വിവേകം നമുക്കുണ്ടാവണം. അപ്പോ ഈ കഥ അവസാനിക്കുമ്പോൾ അത് നമ്മളോടും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ജീവിതം നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിൽ കഴിവുകളാകുന്ന ഒരു പിടി ധാന്യങ്ങൾ തന്നിട്ടുണ്ട്. നമ്മളതെന്ത് ചെയ്യുന്നു? ആദ്യത്തെ 3 മക്കളെപ്പോലെ അത് പാഴാക്കി കളയുകയാണോ? അതോ നാലാമത്തെ മകനെപ്പോലെ ഒരു വലിയ വിളവെടുപ്പിനായി അത് മണ്ണിൽ നടുകയാണോ? ഒന്നാലോചിച്ചു നോക്കൂ.